അനുഭവപ്പെടും. എന്നാൽ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട തലവേദനകളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തലവേദനയുടെ കേസിൽ ഏറ്റവും പ്രധാനം നമ്മളത് എന്തുകൊണ്ടാണ് ഈ തലവേദന വരുന്നത്, അതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഡയഗ്നോസിസ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രോഗനിർണയം. അതെ, രോഗനിർണയം തലവേദനയുടെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനെ തലവേദന നമ്മൾ പലതായിട്ട് തരംതിരിക്കാറുണ്ടല്ലോ. ഇപ്പൊ മൈഗ്രെയിൻ പോലെയുള്ള വളരെ ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന തലവേദനകളുണ്ട്, ലളിതമായ തലവേദനകളുണ്ട്. ഇപ്പൊ ചിലർക്ക് ഒരു നേരം ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരുന്ന പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പ്രൈമറി ഹെഡേക്ക് ആൻഡ് സെക്കൻഡറി ഹെഡേക്ക്, അങ്ങനെയാണ് ഇതിന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത് മറ്റു കാരണങ്ങൾ കൊണ്ടൊന്നും അല്ലാതെ, അല്ലെങ്കിൽ അതിന്റെ ഒരു അണ്ടർലൈങ് ഡിസീസ്, ഒരു അണ്ടർലൈങ് പെത്തോളജി ഒന്നും ഇല്ലാതെ വളരെ നിസ്സാരമായിട്ടുള്ള അനുഭവപ്പെടുന്ന തലവേദനകളെയാണ് നമ്മൾ പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത്. അതായത് മറ്റൊരു രോഗത്തിന്റെ ഭാഗമല്ലാതെ വരുന്ന തലവേദനകൾ. സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും മറ്റൊരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗൗരവമായിട്ടുള്ള ഒരു രോഗത്തിന്റെ ഭാഗമായിട്ട് തലവേദന വരുന്നതാണ്. അത് വളരെ രോഗലക്ഷണമായിരിക്കും. അപ്പൊ അത് വളരെ ഒരു 2% താഴേക്ക് അങ്ങനെ ഒരു സെക്കൻഡറി ഹെഡേക്ക് കണ്ടുവരാറുള്ളൂ. കൂടുതലും നമുക്ക് അനുഭവപ്പെടുന്നത് പ്രൈമറി ഹെഡേക്ക്. അപ്പോൾ പ്രൈമറി ഹെഡേക്ക് വീണ്ടും നമുക്കൊരു 4 തരംതിരിക്കാം. അതിൽ ഒന്ന് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറയും, 2 മൈഗ്രെയിൻ, 3 ട്രൈജമിനൽ ന്യൂറൽജിയ, പിന്നെ ക്ലസ്റ്റർ ഹെഡേക്ക്. ഇതാണ് പ്രധാനമായിട്ടും പ്രൈമറി ഹെഡേക്കിൽ വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എടുത്താൽ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക്, ഏകദേശം ഒരു 70% ആൾക്കാർക്ക് ഒരു ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് ആണ്. മാനസിക പിരിമുറുക്കം കൊണ്ട്, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ടെൻഷനും സ്ട്രെസ്സും കൊണ്ട്. അത് മാനസികം തന്നെ ആവണമെന്നില്ല, ശാരീരികമായിട്ടുള്ള സ്ട്രെസ് കൊണ്ടും വരാം. ഇപ്പൊ കൂടുതൽ ഐ എക്സേഷൻ, കൂടുതൽ നേരം വായിച്ച് കൂടുതൽ നേരം കമ്പ്യൂട്ടറിൽ ഇരുന്ന ആയാസം, അപ്പൊ കണ്ണിന് ഒരു എക്സേഷൻ വന്നാൽ വരാം. ബ്രെയിൻ എക്സേഷൻ വന്നാൽ, കൂടുതൽ നേരം ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്ന IT പ്രൊഫഷണൽസിന്, അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതിന് നമ്മൾ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയും. അത് കൂടുതൽ നമുക്ക് വിശ്രമമില്ലാത്ത ജോലി ചെയ്യുക, അതുപോലെ ഉറക്കം ഇളക്കുക, ഭക്ഷണം ശരിയായ സമയത്ത് കഴിക്കാതിരിക്കുക, അപ്പൊ നമുക്ക് ബോഡിക്ക് സ്ട്രെസ് വരുന്നതുകൊണ്ട് അറിയിക്കുന്നതാണ്. അതെ, അതുപോലെ ഡീഹൈഡ്രേഷൻ കൊണ്ട്, നിർജ്ജലീകരണം കൊണ്ട്, ഇതുകൊണ്ടെല്ലാം വരുന്നതിനാണ് നമ്മൾ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ പലപ്പോഴും വളരെ സാവധാനമായിട്ട് തുടങ്ങുന്ന ഒരു തലവേദനയാണ്. അതുപോലെ തലയുടെ പുറകു വശത്ത് നിന്ന് തുടങ്ങി മറ്റു വശങ്ങളിലേക്ക് വ്യാപിക്കുന്ന തരത്തിലുള്ള ലക്ഷണം കാണാറുണ്ട്. അതുപോലെ 2 വശങ്ങളിൽ മാത്രമായിട്ട് അനുഭവപ്പെടാം. ചിലപ്പോൾ രാവിലെ കുറവും വൈകിട്ട് കൂടുതലും എന്നുള്ള ഒരു പാറ്റേൺ കണ്ടുവരാറുണ്ട്. അതുപോലെ ഇതിന്റെ കൂടെ ഈ ഓക്കാനം, ഛർദി അതൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഒരു ലൈറ്റ് സെൻസിറ്റിവിറ്റി, വെളിച്ചം കാണാൻ പാടില്ല, ശബ്ദം കേൾക്കാൻ പാടില്ല. ആവിധ ലക്ഷണങ്ങളെല്ലാം ഈ ടെൻഷൻ ഹെഡേക്കിൽ പൊതുവെ കുറവായിരിക്കും. അതായത് മറ്റൊരു കാരണം കൊണ്ട് തലവേദന ഉത്ഭവിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥ അല്ലെ ഇത്തരം. അതെ, അതിന്റെ ഒരു ലക്ഷണം നോക്കിയിട്ട് നമുക്ക് ഇത് എന്ത് ഹെഡേക്ക് ആണെന്ന് പറയാൻ പറ്റണം. അപ്പൊ കൂടുതലും ഈ ഒരു ടെൻഷൻ ടൈപ്പ് ഹെഡേക്കിൽ ഇതുപോലെ ഒരു നോസിയ, വോമിറ്റിംഗ്, അല്ലെങ്കിൽ ലൈറ്റ് സെൻസിറ്റിവിറ്റി, നോയിസ് സെൻസിറ്റിവിറ്റി അതൊക്കെ കുറവാണ്, അതൊക്കെ കുറവാണ്. അതെ. ഇനി പ്രൈമറി ഹെഡേക്കിൽ തന്നെ വരുന്ന മൈഗ്രെയിൻ ഒരു സാധാരണ ഒരു തലവേദനയിൽ ഒരു 16% മൈഗ്രെയിൻ എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അതാണ് രണ്ടാമത്, സെക്കൻഡ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് മൈഗ്രെയിൻ ആണ്. അതിൽ തന്നെ ഒരു സ്ത്രീകൾക്കാണ് പൊതുവെ മൈഗ്രെയിൻ കൂടുതൽ വരെ, പുരുഷന്മാർക്ക് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് പറയാം. ഇതൊരു കടുത്ത രീതിയിലുള്ള തലയുടെ ഒരു വശത്ത് മാത്രമായിട്ട് വിങ്ങലോട് കൂടിയിട്ടുള്ള ഒരു തരം വേദന. നമ്മൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വശത്തായിരിക്കും മൈഗ്രെയിൻ വരിക. അതിനോടൊപ്പം മിക്ക കേസുകളിലും ഓക്കാനം ഉണ്ടാവും, ഛർദിലുണ്ടാവും, അതുപോലെ ശബ്ദവും വെളിച്ചവും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ശബ്ദം അടിച്ചാലും അത് വേദന കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ മൈഗ്രെയിനിൽ പാരമ്പര്യ ഘടകവും കണ്ടുവരാറുണ്ട്. പലപ്പോഴും അങ്ങനെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് വരുന്നൊരു രീതി കണ്ടുവരാറുണ്ട്. അപ്പൊ ഇത് കൂടുതലും മൈഗ്രെയിന്റെ ഒരു കാരണം നമുക്കൊരു വാസോ കൺസ്ട്രിക്ഷൻ, നമ്മുടെ ഈ തലച്ചോറിലുള്ള ബ്ലഡ് വെസൽസ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആണ് പലപ്പോഴും. അതുപോലെ ഈ മസ്കുലർ ടെൻഷൻസ്, പേശികൾക്ക് ഒരു മുറുക്കം അനുഭവപ്പെടുക, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ബയോകെമിസ്ട്രിയിൽ വരുന്ന ചേഞ്ചസ്, ഇതെല്ലാം ഒരു മൈഗ്രെയിന്റെ കാരണങ്ങളായിട്ട് പറയാറുണ്ട്. അതെ, വ്യത്യാസങ്ങൾ. അതുപോലെ മൈഗ്രെയിൻ വീണ്ടും നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് വിത്ത് ഓറ, 2 വിത്തൗട്ട് ഓറ. ഓറ എന്ന് പറയുന്നത് നമുക്ക് തലവേദന വരാൻ പോകുന്നു എന്ന് നമ്മളെ മുൻകൂട്ടി അറിയിക്കുന്ന ചില സൂചനകളെയാണ് ഈ ഓറ എന്ന് പറയുന്നത്. അപ്പൊ ചില മൈഗ്രെയിനിൽ ഓറ ഉണ്ടാവും, ചില മൈഗ്രെയിനിൽ ഓറ ഉണ്ടാവില്ല. അപ്പൊ ഓറ പലപ്പോഴും ഉള്ള കേസുകളിൽ അത് ചിലപ്പോൾ കൂടുതലും കണ്ടുവരുന്നത് വിഷ്വൽ ഡിസ്റ്റർബൻസ്, അതായത് കണ്ണിന് കാഴ്ച മങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബ്ലാക്ക് പാർട്ടിക്കിൾസ് ഹാങ് ചെയ്യണ പോലെ തോന്നുക, ഒഴുകി നടക്കുന്ന പോലെയുള്ള ഫ്ലോട്ടേഴ്സ് വരിക. അതെ. അതുപോലെ ചിലർക്ക് ചെവി അടപ്പ് വരും, ചില ശബ്ദങ്ങൾ കേൾക്കും, അതുപോലെ ചിലപ്പോൾ കയ്യിൽ ചിലപ്പോൾ ഒരു ചെറിയ ഒരു തളർച്ചയോ മരവിപ്പോ ഒക്കെ വരാം. ഇതെല്ലാം വിത്ത്
ഇത് ഓറയോട് കൂടിയിട്ടുള്ള മൈഗ്രെയിൻ. ചില മൈഗ്രെയിന് ഇത് ഓറ ഒന്നും ഉണ്ടാവാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് തലവേദന വരുന്ന കേസുകളുണ്ട്. ഇതൊരു നീണ്ടു നിൽക്കുന്ന ഒരു തലവേദനയും കൂടിയാണെന്ന് പറയാം അല്ലെ? നീണ്ടു നിൽക്കുന്നതാണ്. മൈഗ്രെയിൻ. അതെ, നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന, ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ജോലി ചെയ്യാനൊക്കെ തടസ്സമുണ്ടാക്കുന്ന ഒരു വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഇതാണ്. അപ്പൊ ഈ തലവേദന ചിലർക്ക് 1-2 ദിവസങ്ങളും ചിലപ്പോൾ 1-2 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന മൈഗ്രെയിനൊക്കെ ഉണ്ട്. അതായത് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ വളരെ അവശതയായി പോകുന്ന കേസുകളും ഉണ്ട്. പിന്നെ പറയാനുള്ളത് ട്രൈജിമിനൽ ന്യൂറാൾജിയ. അത് ട്രൈജിമിനൽ നെർവിന്റെ 2ാമത്തെയും 3ാമത്തെയും ഡിവിഷനിൽ, അതായത് അതിന്റെ ബ്രാഞ്ചസ് ആണ്. ട്രൈജിമിനൽ നെർവിന്റെ ബ്രാഞ്ചസിൽ അനുഭവപ്പെടുന്ന ഒരു വളരെ അസഹനീയമായ, നമ്മൾ പൊളഞ്ഞു പോകുന്ന ടൈപ്പുള്ള ഒരു പെയിൻ. അത് കൂടുതലും നമ്മുടെ തലയും തുടങ്ങി നമ്മുടെ മുഖത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വശങ്ങളിൽ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും സാധാരണ ഈ ട്രൈജിമിനൽ ന്യൂറാൾജിയ വരിക. അത് സാധാരണ നമ്മൾ മുഖം കഴുകുമ്പോഴോ അല്ലെങ്കിൽ ഷേവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ തണുത്ത കാറ്റടിക്കുമ്പോഴൊക്കെ ഈ ട്രൈജിമിനൽ ന്യൂറാൾജിയ കൂടുന്നതായിട്ടും കാണാറുണ്ട്. നാഡീ സംബന്ധമായ ഒരു നാഡീ സംബന്ധമായിട്ടുള്ള അത് കൂടുതലും ആ ട്രൈജിമിനൽ നെർവിൽ എവിടെയെങ്കിലും ഒരു പ്രഷർ വരുമ്പോഴാണ്. അതായത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടറിയോ അല്ലെങ്കിൽ വെയിനോ ഈ ട്രൈജിമിനൽ നെർവിന്റെ പുറത്തൊരു കംപ്രഷൻ, ഒരു പ്രഷർ എഫക്ട് വരുമ്പോഴാണ് ആ നെർവിന്റെ കോഴ്സിൽ പെയിൻ അനുഭവപ്പെടുക. അതുപോലെ 4ാമത്തത് ക്ലസ്റ്റർ ഹെഡേക്ക്. ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത് അതിന്റെ പേര് സൂചിക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സ് ആയിട്ട്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഹെഡേക്സ് കൂട്ടായിട്ട് വരും. അത് ചിലപ്പോൾ കുറച്ച് നാൾ നിൽക്കും. അതിനുശേഷം പിന്നെ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ചിലപ്പോൾ ഇല്ലാതിരിക്കും. അതിനുശേഷം വീണ്ടും ഇത് റീഅപ്പിയർ ചെയ്യും. അപ്പൊ അങ്ങനെ അത് വീണ്ടും വരും. അത് പുരുഷന്മാരിലാണ് സാധാരണ കൂടുതൽ അനുഭവപ്പെടുന്നത്. സാധാരണ കണ്ണിന്റെ ഭാഗത്തിട്ട് തുടങ്ങി നമുക്ക് ചെന്നിയിലേക്ക് വരുന്ന ടൈപ്പ് ഹെഡേക്ക്. അതുപോലെ സാധാരണഗതിയിൽ ഒരു 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഒരു തലവേദന നീണ്ടു നിൽക്കാം. അതുപോലെ അതിന്റെ കൂടെ മൂക്കടപ്പ്, ജലദോഷം, കണ്ണ് ചുവപ്പ്, അത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കൂടി ഈ ക്ലസ്റ്റർ ഹെഡേക്കിൽ കണ്ടുവരാറുണ്ട്. അതിന്റെ തലവേദനയും വളരെ അസഹനീയമായ രീതിയിൽ ഉണ്ടാകും. അസഹനീയമായിട്ടുള്ള മൈഗ്രെയിൻ പോലെയുള്ള ഒരു വേദന ഇതിൽ കണ്ടുവരാറില്ല. ഇത് നമുക്ക് ടോളറബിൾ ആയിട്ടുള്ള ഒരു സഹിക്കാൻ പറ്റുന്ന വേദനയാണ്. അപ്പൊ നമ്മൾ പ്രൈമറി ഹെഡേക്കിന്റെ ഒരു വിവിധ തരത്തിലുള്ള ഹെഡേക്കാണ് പറഞ്ഞത്. അതായത് വേറൊരു അസുഖത്തിന്റെ ഭാഗമായിട്ടല്ല, തലവേദന എന്റെ ഒരു അസുഖം പോലെ വരെയാണ്. അതെ. ഇനി നമുക്ക് സെക്കൻഡറി ഹെഡേക്ക് എന്തൊക്കെ കാരണങ്ങളുണ്ട് വരാൻ നോക്കാം. സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു തീവ്രമായിട്ടുള്ള ഒരു രോഗം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷണമായിട്ട് തലവേദന വരുന്ന കേസുകൾ. ഇപ്പോ തലയ്ക്ക് ക്ഷതം, അതൊരു ട്രോമ, ഹെഡ് ഇഞ്ചുറി കൊണ്ട് വരുന്ന തലവേദന വന്നാൽ, അതുപോലെ ഒരു വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോ ഒരു രക്തക്കുഴലുകൾ, ഒരു അന്യൂറിസം പോലെ രക്തക്കുഴലുകൾ വീർത്ത് വരിക. അപ്പൊ നമ്മുടെ തലച്ചോറിനുള്ളിൽ രക്തക്കുഴൽ വീർത്ത് വരുമ്പോൾ അതിന് ആദ്യത്തെ ലക്ഷണം തലവേദനയായിരിക്കും. അതുപോലെ ഒരു ട്യൂമർ, നമ്മുടെ തലച്ചോറിൽ ഒരു ട്യൂമർ, മുഴകൾ ഉണ്ടാവുക. അപ്പൊ ആ മുഴകൾ ഉണ്ടാവുമ്പോൾ അത് ഏത് ഭാഗത്താണ്, ഏത് ലോബിലാണ്, ഫ്രണ്ടൽ ലോബിലാണോ അല്ലെങ്കിൽ പെരൈറ്റൽ ലോബിലാണോ ഓക്സിപിറ്റൽ ലോബിലാണോ ട്യൂമറുള്ള, അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ലക്ഷണങ്ങൾ വരിക. അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം, ഇപ്പൊ കഞ്ചാവ് പോലെയുള്ള ലഹരി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തലവേദന കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ, ഇപ്പൊ മെനിഞ്ചൈറ്റിസ് പോലെയുള്ള അണുബാധകൾ കൊണ്ട് തലച്ചോറിനെ ബാധിച്ചാൽ നമുക്ക് തലവേദന അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഇപ്പൊ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഇപ്പൊ ഡയബറ്റീസ്, സ്ട്രോക്ക് മുതലായിട്ടുള്ള രോഗങ്ങളും ചിലപ്പോൾ അതിന്റെ ഒരു ലക്ഷണം തലവേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടാം. അപ്പൊ അതെല്ലാം സെക്കൻഡറി ഹെഡേക്കാണ്. അപ്പൊ ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ, അല്ലെങ്കിൽ സെക്കൻഡറി ആണെങ്കിൽ അതിൽ എന്താണ് എന്നുള്ളത്, അത് അതിന്റെ ലക്ഷണങ്ങളും അതിന് തുടർന്നായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസുും വെച്ചിട്ടാണ് നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നത്. രോഗം തിരിച്ചറിയുന്ന അങ്ങനെയാണ്. അതെ. അപ്പൊ അതായത് ഇതില് ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ ഉള്ള വേദനയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വേദനയാകാനുള്ള സാധ്യത കൂടുതലുണ്ടോ? എങ്ങനെയാണ് ഇപ്പൊ സാധാരണ ഒരു തലവേദന? അതെ. സെക്കൻഡറി ഹെഡേക്ക് പൊതുവെ മിക്ക കേസുകളിലും വളരെ കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടാം. അതായത് അത് എന്ത് കാരണം കൊണ്ടാണെന്നും കൂടി അനുസരിച്ചിട്ടാണ്. അപ്പൊ അതായത് ഇപ്പൊ ഒരു ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക് ഉണ്ടാവും. അതിന്റെ കൂടെ തീവ്രമായിട്ടുള്ള ഓക്കാനം ഛർദിൽ ഉണ്ടാവും. അതുപോലെ ട്യൂമർ ആണെങ്കിൽ കൂടുതലും രാവിലെ വെളുപ്പിനെ സമയത്താണ് തലവേദന കൂടുതൽ അനുഭവപ്പെടുക, വൈകുന്നേരം കുറവായിരിക്കും. അതുപോലെ അതിന്റെ കൂടെ ചിലപ്പോ ചില സീഷേഴ്സ് വരാം, നമുക്ക് ജന്നി പോലെയുള്ള അവസ്ഥകൾ വരാം. അതുപോലെ നമുക്ക് കണ്ണിന് ഏത് ഭാഗത്താണെന്നുള്ളതിനനുസരിച്ച് അപ്പൊ ആ ഭാഗത്തെ ഒരു ഫംഗ്ഷൻ നമുക്ക് നഷ്ടപ്പെടും. ഫ്രണ്ടൽ ലോബിലുള്ള ഒരു ട്യൂമർ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു കാൽക്കുലേഷൻസും നമുക്ക് നമ്മുടെ ഒരു പെർസെപ്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവ് വരും. ഓക്സിപിറ്റൽ ലോബിൽ, അതായത് തലച്ചോറിന്റെ പുറകിലുള്ള വശത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ച അഫക്റ്റഡ് ആവും. അപ്പൊ ഇപ്പൊ പെരൈറ്റൽ ലോബിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വശത്തേക്കുള്ള ഇപ്പൊ കൈയിലേക്ക് ഒക്കെ ഉള്ള പേശികൾക്ക് ഒരു ബലക്കുറവൊക്കെ അനുഭവപ്പെടാം. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് അത് എന്ത് ടൈപ്പ് തലവേദനയാണ്, അപ്പൊ എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ അതില് CT സ്കാൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ MRI ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് EG എടുക്കേണ്ടി വരും. അതുപോലെ ഇപ്പൊ സാധാരണ തലവേദനയാണെങ്കിൽ നമ്മൾ സാധാരണ ഒന്ന്
ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അതിൽ ESR കൂടുതലുണ്ടോ എന്ന് നോക്കും. അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു എക്സ്റേ, ഇപ്പൊ ഒരു സൈനസ് ഇൻഫെക്ഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കാം. അപ്പൊ ഇത്രയും ഇൻവെസ്റ്റിഗേഷൻസ് ആണ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിന്റെ റിസൾട്ട് അനുസരിച്ചിട്ടാണ് പിന്നെ ഫർദർ ടെസ്റ്റുകളിലേക്ക് പോകുന്നത്. പലപ്പോഴും ഈ ആവർത്തിച്ച് വരുന്ന തലവേദനകൾ, അത് അങ്ങനെയുള്ള ഒരു സ്വഭാവം ഈ പല തലവേദനകൾക്കുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് രോഗനിർണയം സാധ്യമാണ്, അല്ലെങ്കിൽ ഒരു സൂചന നമുക്ക് കിട്ടുമോ? അതുകൊണ്ട് മാത്രം നമുക്ക് പലപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസിന് സാധ്യത വളരെ കുറവാണ്. അതായത് ആ തലവേദന എത്ര പ്രാവശ്യം വരുന്നു എന്നുള്ളതല്ല, അതിന്റെ ഒരു തീവ്രത ഏത് സമയത്ത് വരുന്നു, ഏത് ലൊക്കേഷനിൽ വരുന്നു, അതോടൊപ്പം മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയുണ്ട്. നേരത്തെ പറഞ്ഞ ഛർദിലുണ്ടോ, ഓക്കാനുണ്ടോ, അല്ലെങ്കിൽ കൈക്ക് വിലക്കുറവുണ്ടോ, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച കുറവുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്കത് അതിന്റെ തീവ്രത തീരുമാനിക്കാൻ. അപ്പൊ ഇങ്ങനെ നമ്മള് ഒരു വ്യക്തിക്ക് തലവേദന ഉണ്ടെങ്കിൽ അതിപ്പോ ഡോക്ടർ പറഞ്ഞു പാരമ്പര്യ സാധ്യതയും കൂടി അതിൽ കണക്കിലെടുക്കുമെന്ന് പറഞ്ഞു. ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന തലവേദനയുടെ പ്രത്യേകതകള് ഈ പാരമ്പര്യവുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ രോഗത്തിനെ കൂടുതൽ പെട്ടെന്ന് നിർണ്ണയിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? അതെ, അത് കൂടുതലും ഈ മൈഗ്രെയിൻ പോലെയുള്ള തലവേദനകളാണ് അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് മൈഗ്രെയിൻ ആവാം എന്നുള്ളൊരു സൂചന കിട്ടും നമുക്ക്. അപ്പൊ ഒരു മൈഗ്രെയിൻ ആണോ എന്നുള്ളതിന്റെ ബാക്കി ലക്ഷണങ്ങളും കൂടി നോക്കിയിട്ട് നമുക്കത് തീരുമാനിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും നമ്മൾ അത് തന്നെയാണ് എന്ന് വിശ്വസിച്ച് ബ്ലഡ് ടെസ്റ്റുകളൊന്നും ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. അപ്പൊ നമ്മൾ രോഗനിർണയത്തിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളത്. ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതുവെ ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ തലവേദന, പനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്വയം ചികിത്സയ്ക്ക് മുതിരുന്ന ഒരു സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ പലപ്പോഴും നമ്മളൊരു വേദന സംഹാരി കഴിച്ചു കഴിഞ്ഞാൽ വേദന നമ്മൾ പിന്നെ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, രോഗം ഭേദമാകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇപ്പോ സാർ പറഞ്ഞത്. കാരണം നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള ഒരു ട്രെൻഡാണ്, ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു ഗുളിക വാങ്ങിച്ച് എന്തെങ്കിലും ഒരു വേദന സംഹാരി വാങ്ങിച്ച് അത് കാരണം ഇവർ പലപ്പോഴും ഒരു ജോലി മുടങ്ങാതിരിക്കാനായിട്ട് ആയിരിക്കും ഇത് ചെയ്യുക. പക്ഷേ നമ്മൾ ഒരു തവണയോ 2 തവണയോ കഴിക്കണ പോലെയല്ല. ഇത് വീണ്ടും തലവേദന വരുമ്പോൾ അത് കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്താതെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ രോഗം മൂർച്ഛിക്കുകയും അത് നമുക്ക് ചികിത്സിച്ച് മാറ്റാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും തലവേദന അങ്ങനെ നമ്മൾ സ്വയം ചികിത്സിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിസ്സാരമായിട്ട് കാണാതിരിക്കണം, ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ. ഇനി കാഴ്ചയുടെ പ്രശ്നം, അതുമൂലവും പലപ്പോഴും നമ്മളിപ്പോ കണ്ണിന്റെ ഒരു വിഷ്വൽ ഡിസ്റ്റർബൻസ് കൊണ്ട് നമുക്ക് തലവേദന വരാം. അപ്പൊ അങ്ങനെയുള്ള കേസാണെങ്കിൽ അത് കൂടുതലും പഠിക്കുന്ന കുട്ടികൾക്കാണ് അത് കൂടുതലും അനുഭവപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ അത് പേരന്റ്സ് തന്നെ വന്ന് പറയും, അവന് ബോർഡിൽ എഴുതുന്നത് വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കേസ്, അങ്ങനത്തെ ലക്ഷണങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അവരുടെ വിഷൻ ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഇനി ഹോമിയോപ്പതിയുടെ സമീപനം ഇതിൽ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഒരുപാട് ഘടകങ്ങൾ, പാരമ്പര്യ സാധ്യതകളും മറ്റു പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയെ ഹോമിയോപ്പതി ചികിത്സയിലൂടെ കടന്നു പോകുന്നത്. സാധാരണ തലവേദന ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് വളരെ എളുപ്പം ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് പലപ്പോഴും. കാരണം മറ്റു രോഗങ്ങളെ അപേക്ഷിച്ചിട്ട് തലവേദനയുടെ ലക്ഷണങ്ങൾ, ഹോമിയോപ്പതി എപ്പോഴും ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മരുന്നുകൾ നിശ്ചയിക്കുന്നത്. അപ്പൊ തലവേദനയുടെ കേസിൽ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ലക്ഷണങ്ങൾ കിട്ടും. അതായത് ഇപ്പൊ ഏത് സൈഡിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് വരുന്നത്. ഹോമിയോ മരുന്നുകളുടെ നിർണ്ണയത്തിന് ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതായത് ഇപ്പൊ രാവിലെ 5 മണിക്ക് വരുന്ന തലവേദനയുടെ മരുന്ന് ഡിഫറന്റ് ആണ്, 6 മണിയുടെ ഡിഫറന്റ് ആണ്, 6:30 വരുന്നത് ഡിഫറന്റ് ആണ്. അതുപോലെ തന്നെ ഏത് സൈഡിൽ, അല്ല റൈറ്റ് സൈഡിൽ വരുന്ന തലവേദനയ്ക്ക് കൊടുക്കണ മരുന്നല്ല നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന തലവേദനയ്ക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ ഓക്കാനം ഉള്ള തലവേദനയ്ക്ക് വേറെ മരുന്നാണ്. അതുപോലെ അതിന്റെ കൂടെ പേഷ്യന്റിന്റെ സ്വഭാവം, ഈ അസുഖം വരുന്ന സമയത്തും അല്ലാതെയും. പൊതുവെ നമുക്ക് പഴകിയ തലവേദനകൾക്കെല്ലാം തന്നെ നമുക്ക് രോഗിയുടെ ഒരു പ്രകൃതം, അല്ലെങ്കിൽ അയാളുടെ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു ജനിതക ഘടന, അതായത് മെന്റലി ആസ് വെൽ ആസ് ഫിസിക്കലി അയാളുടെ ഒരു ഘടന നമുക്ക് വളരെ ഇമ്പോർട്ടന്റ്, മാനസിക ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ തലവേദന ഉള്ള സമയത്ത് ഈ രോഗി എങ്ങനെ പ്രതികരിക്കണം. ഇപ്പൊ ചിലർക്ക് ഭയങ്കര ദേഷ്യം വരും, ചിലർക്ക് കരച്ചിലായിരിക്കും, ചിലർക്ക് ആരെങ്കിലും കൂടെ വേണം, ചിലർക്ക് ആരും കൂടെ വേണ്ട, ഒറ്റയ്ക്കിരുന്നാൽ മതി, മുറി അടച്ചിട്ടിരുന്നാൽ മതി. അപ്പൊ ചിലർ സ്വയം മുറിവേൽപ്പിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. ഇപ്പൊ തല കൊണ്ട് എവിടെയെങ്കിലും ഇടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് മരുന്ന് നിശ്ചയിക്കാനായിട്ടുള്ള വാലിഡ് പോയിന്റ്സ് ആണ്, സൂചനകളാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആശ്രയിച്ച് ആണ് നമ്മൾ ഹോമിയോപ്പതിയിൽ ആ രോഗിയുടെ തലവേദന നിശേഷം മാറ്റാൻ ഉതകുന്ന ഒരു മരുന്ന് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ തലവേദനയുടെ കേസിൽ നമുക്ക് ഇത്രയും ലക്ഷണങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ പലപ്പോഴും തലവേദന ഡോക്ടർക്ക് ഒരു തലവേദന ആവാറില്ല. വളരെ എളുപ്പം തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന, ഡോക്ടർ പറയണ പോലെ കൃത്യമായിട്ടുള്ള സമയത്തും കാലയളവിലും മരുന്നുകൾ കൃത്യമായിട്ട് കഴിച്ച് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തലവേദന വളരെ എളുപ്പം മാറ്റാവുന്ന ഒരു അസുഖം തന്നെയാണ്. മൈഗ്രെയിൻ പോലെയുള്ള തലവേദനകൾ വളരെ കാലം നീണ്ടു നിൽക്കുന്നതായിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇത് കുറെ
കാലം കഴിയുമ്പോ ഇപ്പോ അതായത് ഇപ്പോ കൗമാരത്തില് തുടങ്ങിയ ഒരു മൈഗ്രെയിൻ തലവേദന ചിലപ്പോ ഒരു 45 വയസ്സൊക്കെ കഴിയുമ്പോ തീർത്തും ഇല്ലാതാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ചിലർക്ക് അതും കഴിഞ്ഞും പിന്നെയും ഉണ്ടാവുന്നതുണ്ട്. അതെ, അത് അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ചിട്ടാണ് ഈ തലവേദന. അത് മൈഗ്രെയിൻ മാത്രമല്ല, മറ്റു തലവേദനകളായാലും ഇപ്പൊ ഏത് ടൈപ്പ് തലവേദന, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഈവൻ സെക്കൻഡറി ടൈപ്പ് ഹെഡേക്ക് ആയാൽ പോലും നമ്മളുടെ ഒരു ജീവിതത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ഒരളവിൽ ഈ അസുഖങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു വളരെ സ്ട്രെസ്ഫുൾ പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് തലവേദന വരികയും നമ്മൾ അതിൽ നിന്നൊക്കെ മാറി കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരുമ്പോൾ ഒരു മരുന്നും കഴിക്കാതെ തന്നെ മാറിപ്പോകുന്നതായിട്ടും കാണാറുണ്ട്. അപ്പൊ നമ്മൾ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു ബന്ധം. അപ്പൊ ഞാൻ ഇതിൽ ചോദിക്കാൻ വന്ന വേറൊരു കാര്യം തന്നെ, പലപ്പോഴും നമ്മുടെ ഭക്ഷണശീലങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലികളും ഇതൊക്കെ തലവേദനയ്ക്ക് പല കേസിലും കാരണമാവാറുണ്ട്. കാരണം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടെൻഷൻ ടൈപ്പ് ഹെഡേക്കില് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ബോഡിക്കും സ്ട്രെസ് കൊടുക്കാൻ പാടില്ല. അതായത് ഇപ്പൊ നമ്മൾ ശാരീരിക അധ്വാനം കൂടുതലുണ്ടാവും. നമുക്കൊന്ന് ഏറ്റവും പ്രധാനം ഭക്ഷണം നമ്മൾ സമയത്ത് കഴിക്കണം, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. തലവേദനയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് കൂടുതൽ വെള്ളം കുടിക്കണം. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഉറക്കം വേണം. അതായത് കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് എണീക്കുന്ന ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ദിനചര്യ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് തലവേദനയുടെ കേസിൽ. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉറക്കം കളയുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പറ്റാവുന്നിടത്തോളം അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ കൂടുതൽ എരിവുള്ള ഒരുപാട് സ്പൈസി ആയിട്ടുള്ള മസാലകൾ ഉള്ള ഭക്ഷണം, അതുപോലെ നിറങ്ങള്, അതുപോലെ തന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഡയറ്റ് ആൻഡ് റെജിമെന്റിന്റെ കേസിൽ നമുക്ക് തലവേദനയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പുകവലിയും മദ്യപാനവും ഒക്കെ പലപ്പോഴും ഇത് കൂട്ടുന്ന ഘടകങ്ങളാണ്. അപ്പോ ശരിക്കും നമുക്കൊരു വ്യക്തിയുടെ ജീവിതശൈലിയുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു രോഗാവസ്ഥയാണ് തലവേദന എന്ന് പറയാം. കൃത്യമായ ഒരു ദിനചര്യയിലൂടെ അല്ലെങ്കിൽ ഒരു ചിട്ടയോടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ ചികിത്സയോടൊപ്പം തന്നെ തലവേദനയെ നിയന്ത്രിക്കാൻ നമുക്ക് വളരെ നല്ല രീതിയിൽ സാധിക്കും. അപ്പൊ അതിൽ വരുന്ന പോരായ്മകളായിരിക്കും പലപ്പോഴും നമുക്ക് ഇത് ആവർത്തിച്ചുണ്ടാകാനും ചിലപ്പോൾ നമ്മൾ തോന്നും നമുക്ക് ഈ മരുന്ന് കഴിച്ചിട്ടും ഫലമില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ തലവേദനയും ഹോമിയോപ്പതിയുടെ സമീപനത്തെ കുറിച്ചും ഒക്കെ ഡോക്ടർ വളരെ നല്ല കാര്യങ്ങളാണ് പങ്കുവച്ചത്. തീർച്ചയായിട്ടും തലവേദന അനുഭവിക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറിന് നന്ദി പറയുന്നു. താങ്ക് യു. തലവേദനയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ, ഇതേക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ KV ഷോയ്സണുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.